ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മളുടെ മുട്ട മപ്പാസാണ് കേട്ടോ. മുട്ട നമ്മൾ പല രീതിയിൽ കറി വെക്കാറുണ്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, വളരെ ടേസ്റ്റിയാണ്. ഒരു പാനെടുപ്പത്തേക്ക് വെക്കുക, അതിലേക്ക് ഒരു 2 വയനയില ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ എണ്ണയിൽ ഒന്ന് വാട്ടി കൊടുക്കുക. ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ ഒരു ഒരുപാടങ്ങ് മൂപ്പിച്ച് കൊടുക്കണ്ട. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മാറ്റാം കേട്ടോ. ഇനി ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട്, ചെറിയ ജാറില്ലേ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു 5-10 നമ്മളുടെ കാഷ്നട്ടില്ലേ, അത് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇടണമായിരുന്നു. അതും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഞാൻ 4 മുട്ട എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാറ്റുക. ഇതാണ് നമ്മളുടെ മസാല കേട്ടോ, മെയിനായിട്ടുള്ള മസാലയാണ്. അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ആ മുട്ടയില്ലേ, അത് ചെറുതായിട്ട് അതിന് മുകളിലായിട്ട് ഒന്ന് മുറിച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് മുറിക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ കാശ്മീരി ചില്ലി പൗഡറില്ലേ, അതും കൂടി ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് പുരട്ടി, എന്നിട്ട് നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് വെക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കണ്ട, ഇതൊന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു അതിൻ്റെ മോൾഭാഗം ഒന്ന് ഇതാകണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കാം. മുട്ടക്കറിയുടെ പല റെസിപ്പിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ വേറൊരു ടൈപ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും വളരെ ടേസ്റ്റിയാണ്. ഇത് അതിനെക്കാട്ടിൽ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. നല്ല അടിപൊളി, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ നമുക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എരിവൊന്നും ഇല്ലല്ലോ, അത് കാരണം അതുങ്ങൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒത്തിരി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കും. നമ്മളുടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല, കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു മുഴുവനെയുള്ള പച്ചമുളക് 2-3 കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു കളർ വേണം അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ കളർ വേണ്ട എങ്കിൽ നിങ്ങൾ ഈ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. എനിക്ക് ചിലപ്പോൾ മഞ്ഞ കളർ വേണമെന്ന് തോന്നിയത് കാരണമാണ് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ആ പേസ്റ്റ് ഇല്ലേ, അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉപ്പിൻ്റെ അളവ് ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊള്ളു കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒരു തിള വരുന്ന സമയത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മുട്ടയില്ലേ, അത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നീട് നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, നമ്മളുടെ മല്ലിയിലയില്ലേ ഉണ്ടെങ്കിൽ അതും കൂടി അരിഞ്ഞ് മുകളിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് നമ്മുടെ മുട്ടയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നൊരു തിളയൊക്കെ അങ്ങോട്ടൊന്ന് വരട്ടെ കേട്ടോ. ഇനി ഒരു സംഭവം കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുണ്ട്, അത് ഞാൻ പറയാം. ഇതൊന്ന് ഈ അരപ്പിലൊക്കെ ഒന്ന് കിടന്നൊന്ന് മുങ്ങി തിളക്കട്ടെ. ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കേണ്ട, എന്ന് വെച്ചാൽ കാഷ്നട്ടൊക്കെ ചേർത്തായതുകൊണ്ട് അങ്ങ് കുറുകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമ്മൾ മുകളിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. അത് ഇറക്കുന്നതിന് മുൻപായിട്ടൊന്ന് തൂക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ നമ്മളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സംഭവം നല്ല കിടുക്കാച്ചി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 3-4 പച്ചമുളക് കൂടെ കീറി മുകളിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മുട്ട മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഞാനിത് മാറ്റുകയാണ് ബൗളിലേക്ക്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാ റെസിപ്പി അപ്ലോഡ് ചെയ്യുമ്പോഴും ഇത് തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഒരു കറിവേപ്പിൻ്റെ തണ്ടും കൂടെ ഞാൻ ഒടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്പം ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഒരു പ്രസൻറ്റേഷനൊക്കെ ആകുമ്പോൾ കുറച്ച് ഭംഗി വേണ്ടേ. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ചൂട് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം, ഇടിയപ്പം,
അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ഇനിയിപ്പോൾ വേണേൽ അപ്പോൾ ഇടിയപ്പോൾ ഇല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കിയത് നല്ല ചൂടപ്പമാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടപ്പത്തിൻ്റെ കൂടെയാണ് ഞാനിവിടെ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പിന്നല്ലാണ്ട് ഇടിയപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ വേണമെങ്കിലും കൂടെ കഴിക്കാനാണ്. വളരെ ടേസ്റ്റിയാണ്. ഞാൻ നല്ല ചൂടപ്പം ചുട്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് മുട്ട പപ്പാസ് കഴിച്ചത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. പറയുന്ന അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഗ്രേവി അതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയുമാണ്, കുറച്ച് ടേസ്റ്റിയുമാണ്. ഓക്കെ, നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.